വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് പെർസെൻറ്റേജസ് ആണ്. നിങ്ങൾ ബാങ്ക്, SSC, ഇൻഷുറൻസ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും ആദ്യം പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകളിൽ ഒന്നാണ് പെർസെൻറ്റേജസ്. റീസൺ വളരെ സിമ്പിൾ ആണ്. ഈ ടോപ്പിക്കിൽ നിന്ന് മാത്രമുള്ള 2 to 3 ക്വസ്റ്റ്യൻസ് ഏത് എക്സാമിനും വരാം. പിന്നെ അത് മാത്രമല്ല, ഇനി അങ്ങോട്ട് നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കുകൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ആവറേജസ് ഇങ്ങനെയുള്ള എല്ലാ ടോപ്പിക്കിലും ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഒരുപാട് ഉണ്ടാവും. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ആ ഒരു ഏരിയ തന്നെ കംപ്ലീറ്റ് പെർസെൻറ്റേജ് റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ബേസിക്സ് തൊട്ട് നന്നായിട്ട് പഠിച്ചു വരേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പൊ നമുക്ക് അതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. വളരെ ചെറിയ കുറച്ച് ബേസിക് പോയിന്റ്സ് പറഞ്ഞ് കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കാം. പെർസെൻറ്റേജസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ പെർ 100, 100ൽ എത്ര എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ പെർസെൻറ്റേജ് ഈ ഒരു സിമ്പിൾ കണ്ടാൽ ഇതിന്റെ മീനിങ് പെർസെന്റ് എന്നാണ്. പെർസെന്റ് എന്ന് വെച്ചാൽ 100ൽ എത്ര. സോ ഇത് നിങ്ങൾ എവിടെ കണ്ടാലും അതിനെ 1/100 എന്ന് റീപ്ലേസ് ചെയ്യാം. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പണ്ട് തൊട്ടേ സ്കൂളിൽ പഠിച്ച പോയിന്റ്. പക്ഷെ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത് മാത്രം പോരാ, നമുക്ക് കുറെ ഏറെ ബേസിക് പോയിന്റ്സുകൾ അറിഞ്ഞിരിക്കണം. അതിനകത്ത് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഒരു 10% 1% കാൽക്കുലേഷൻ ആണ്. ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ എഴുതാം. നിങ്ങൾ ഇത് നന്നായിട്ട് വീട്ടിൽ പോയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പൊ വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു നമ്പർ എഴുതുകയാണ് 1250. ഈ നമ്പറിന്റെ 10% എത്രയാന്ന് ചോദിച്ചാൽ 10% എന്ന് വെച്ചാൽ 10 ഡിവൈഡഡ് ബൈ 100 എന്നാണ്. 10% എന്ന് വെച്ചാൽ 10 ഡിവൈഡഡ് ബൈ 100 വിച്ച് ഈസ് ഈക്വൽ ടു 1/10 ആണ്. അപ്പൊ നിങ്ങളോട് ആരെങ്കിലും 10% കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ അതിനെ 10 വെച്ച് ഒന്ന് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 1250 എന്ന് പറയുന്ന നമ്പറിന്റെ 10% 125 ആണ്. സിമിലർലി ഈ നമ്പറിന്റെ 1%ഓ, അപ്പൊ 1% എന്ന് പറഞ്ഞാൽ മനസ്സിലാലോചിക്കുക, ഇറ്റ് ഈസ് 1/100. അപ്പോ 1% എന്ന് വെച്ചാൽ 1250 ഡിവൈഡഡ് ബൈ 100 അത് 12.5 ആണ്. അതായത് ഈ നമ്പറിനെ നിങ്ങൾ വെറുതെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. 10% കണ്ടുപിടിക്കാൻ എൻഡിൽ നിന്ന് ഒരു ഡിജിറ്റ് മാറ്റി ഡെസിമൽ കൊടുക്കുക. 1% കണ്ടുപിടിക്കണമെങ്കിൽ 2 ഡിജിറ്റ് മാറ്റി ഡെസിമൽ കൊടുക്കുക. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 10%ഉം 1%ഉം കാൽക്കുലേറ്റ് ചെയ്യാനല്ല. സപ്പോസ് ഞാൻ നിങ്ങളുടെ അടുത്ത് 11% ചോദിച്ചാൽ 10%ന്റെ കൂടെ 1% ആഡ് ചെയ്താൽ 11% കിട്ടും എന്ന കാര്യം ഒന്ന് ഓർമ്മയിൽ വെക്കുക. അപ്പൊ 125ന്റെ കൂടെ 12.5 ആഡ് ചെയ്താൽ 137.5 കിട്ടും. ഇനി ഇതുപോലെ നിങ്ങൾ മനസ്സിൽ കുറേയേറെ പ്രാക്ടീസ് ചെയ്യുക. 21% ചോദിച്ചാൽ 10% 125 ആണെന്നറിയാം. അപ്പൊ 20% എത്രയായിരിക്കും? അതിന്റെ ഡബിൾ 250 ആയിരിക്കും. 1% 12.5 ആണെന്നറിയാം. അപ്പൊ 21% എത്രയായിരിക്കും? 250 plus 12.5 262.5 ആയിരിക്കും. സിമിലർലി 22%, 19%, 18% ഇതൊക്കെ നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ദെൻ സെക്കൻഡ് പഠിച്ചിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ആണ്. ഹൗ ഡു വി കാൽക്കുലേറ്റ് പെർസെൻറ്റേജ് ചേഞ്ച്? അതായത് ഒരാളുടെ മാർക്ക് 30ൽ നിന്ന് 40ലേക്ക് ഇൻക്രീസ് ചെയ്താൽ പെർസെൻറ്റേജ് ചേഞ്ച് എത്ര? അപ്പൊ പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ബേസിക് ഇക്വേഷൻ ചേഞ്ച് ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ വാല്യൂ ഇൻറ്റു 100 എന്നാണ്. പെർസെൻറ്റേജ് ചേഞ്ചിന്റെ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കണം. പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കാൻ ചേഞ്ച് ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ വാല്യൂ ഇൻറ്റു 100. അപ്പൊ ഒരാളുടെ മാർക്ക് 30ൽ നിന്ന് 40ലേക്ക് ചേഞ്ച് വന്നാൽ എത്ര പെർസെൻറ്റേജ് ചേഞ്ച് ആയി എന്ന് ചോദിച്ചാൽ 30 40ലേക്കാണ് മാറിയത്. അപ്പൊ ചേഞ്ച് എന്ന് പറഞ്ഞാൽ 10 ആണ്. ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 30 ആണ് ഇൻറ്റു 100. പിന്നെ കുറച്ച് പെർസെൻറ്റേജ് ഫ്രാക്ഷൻ കൺവേർഷൻ പഠിച്ചു വെക്കണം. ഒരു എക്സാമ്പിൾ, 100% 1 ആണെന്ന് നമുക്കറിയാം. 100% 1 ആണെന്നറിയാം. അങ്ങനെ ആണെങ്കിൽ 100% എന്ന് വെച്ചാൽ 100/100 വിച്ച് ഈസ് 1. അപ്പൊ അതിന്റെ പകുതിയല്ലേ 50%? 50% എന്ന് വെച്ചാൽ 1/2 ആണ്. ഇതിന്റെ ഹാഫ് ആണ് 25%. 25% എന്ന് വെച്ചാൽ 1/4 ആണ്. ഇതിന്റെ ഹാഫ് ആണ് 12.5%. 12.5% എന്ന് വെച്ചാൽ 1/8 ആണ്. വേണമെന്നുള്ളവർക്ക് ഇതിന്റെ ഹാഫ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിന്റെ ഹാഫ് 6.25 1/16 എന്ന് കിട്ടും. ഇനി ഈ 100നെ ബൈ 3 ചെയ്താലോ? ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ 33.33% എന്ന് കിട്ടും, വിച്ച് ഈസ് 1 ഡിവൈഡഡ് ബൈ 3. ഇതിന്റെ ഹാഫ് എടുത്താൽ അപ്രോക്സിമേറ്റ്ലി 16.66 എന്ന് കിട്ടും, വിച്ച് ഈസ് 1/6. ഈ 33.33നെ ബൈ 3 ചെയ്താൽ 11.11 എന്ന് കിട്ടും. 1/3 ഡിവൈഡഡ് ബൈ 3 1/9 ആണ്. അപ്പൊ 11.11% 1/9 ആണ്. അപ്പൊ തിരിച്ചു ഓർത്തിരിക്കണം 9.09% 1/11 ആണെന്ന്. അതായത് 100/11
11 ചെയ്താൽ 9.09 കിട്ടും. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, 11.11% is 1/9, 9.09% is 1/11. ഇതിന്റെ ആപ്ലിക്കേഷൻ, സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് 12.5% of 88. ഈ ഫ്രാക്ഷൻ അറിയാവുന്ന ഒരാൾ 12.5 പകരം 1/8, 12.5% പകരം 1/8 എന്ന് എഴുതി ഇൻറ്റു 88 ചെയ്ത് ഡയറക്റ്റ് ആൻസർ 11 എന്ന് എഴുതും. ഇത് അറിയില്ലാത്ത ഒരാൾ 12.5/100 ഇൻറ്റു 88, 12.5 ഇൻറ്റു 88 ചെയ്യാൻ കുറെ സമയം എടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ കൺവേർഷൻസ് ഫസ്റ്റ് നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ആ ഒരു പോയിന്റ് ആണ് മൾട്ടിപ്ലൈയിങ് ഫാക്ടർ. ഞാൻ തൽക്കാലം ഇവിടെ MF എന്ന് എഴുതുകയാണ്, മൾട്ടിപ്ലൈയിങ് ഫാക്ടർ. അതായത് ബേസിക്കലി എനിക്കൊരു നമ്പർ അതൊരു 10% ഇൻക്രീസ് ചെയ്യണം. ഒരു നമ്പർ 10% ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്പർ ഇറ്റ്സെൽഫ് എന്ന് പറയുന്ന മനസ്സിൽ 100% എന്നൊന്ന് ആലോചിച്ചാൽ അത് 10% ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഞാൻ അതിന്റെ കൂടെ 10% കൂടെ ആഡ് ചെയ്യണം. അപ്പൊ നമ്പർ 100% ആണ്, 10% കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 110% ആവും. എനിക്കൊരു നമ്പർ 10% ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഞാൻ അതിനെ 110/100 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇതാണ് മൾട്ടിപ്ലൈയിങ് ഫാക്ടർ. ഒരു നമ്പർ 10% ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ വെറുതെ 110/100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒരു നമ്പർ 20% നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യേണ്ടി വന്നാൽ, അതായത് നമ്പറിന്റെ കൂടെ 20% കൂടെ ആഡ് ചെയ്യേണ്ടി വന്നാൽ നമ്പർ ഇൻറ്റു 120/100. സപ്പോസ് ഒരു നമ്പർ നിങ്ങൾക്ക് 20% ഡിക്രീസ് ചെയ്യേണ്ടി വന്ന നമ്പർ ഇൻറ്റു 80/100. ഈ ഒരു ബേസിക് പോയിന്റ്സിലൂടെ ഓർത്തു വെച്ചാൽ നമുക്ക് ഓൾമോസ്റ്റ് വളരെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമായി ഇത്രയും കാര്യങ്ങളൊന്നും നന്നായിട്ട് പഠിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ക്വസ്റ്റ്യൻ ആദ്യമേ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് തനിയെ ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് ഞാൻ ചെയ്ത മെത്തേഡുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ രണ്ട് രീതിയിൽ ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യുന്നില്ല, അതിനകത്തെ കാൽക്കുലേഷൻ പാർട്ട് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. സെക്കൻഡ് പാർട്ട് നമുക്ക് ഫുൾ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും രണ്ട് കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. എന്തൊക്കെ ഡേറ്റയാണ് തന്നേക്കുന്നത്, എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്, ഇത് രണ്ടും എപ്പോഴും പ്രത്യേകം നോട്ട് ചെയ്യുക. സോ ക്വസ്റ്റ്യൻ ഒന്ന് ആദ്യമേ വായിച്ചു നോക്കാം. വിപിൾ എന്ന് പറയുന്ന ഒരാള് അയാളുടെ മന്ത്ലി ഇൻകത്തിന്റെ 30% റെന്റിന് കൊടുത്തു. 60% ഓഫ് ദ റിമൈനിങ്, അതായത് റെന്റിന് കൊടുത്തിട്ട് ബാക്കി എത്രയുണ്ടോ അതിന്റെ 60% ഗ്രോസറീസിന് കൊടുത്തു. 40% ഓഫ് ദ റിമൈനിങ്, പിന്നെ ബാക്കി എത്രയുണ്ടോ അതിന്റെ 40% ബാക്കിയുള്ള ഹെഡ്സിൽ സ്പെൻഡ് ചെയ്തു. ആൻഡ് ഫൈനലി ഹി സേവ് 7056. ഒരു മന്തിൽ അയാൾക്ക് ഫൈനലി സേവ് ചെയ്യാൻ പറ്റിയത് 7056 ആണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താ, ഹൗ മച്ച് ഡസ് ഹി സ്പെൻഡ് ഓൺ ഗ്രോസറീസ്. അപ്പൊ ഗ്രോസറീസിൽ എത്ര സ്പെൻഡ് ചെയ്തു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ചെയ്യാവുന്ന ഏറ്റവും ബേസിക് വേ എന്ന് പറയുന്നത് പെർസെന്റേജ് ആണ്. ക്വസ്റ്റ്യൻ പെർസെന്റേജ് ആണെങ്കിൽ അയാൾ എത്ര പെർസെന്റ്, അയാളുടെ ഇൻകം എത്രയാണെന്ന് അറിഞ്ഞാലല്ലേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. ഇൻകം നിങ്ങൾക്ക് X എന്ന് എടുക്കാം, പെർസെന്റേജ് ആകുമ്പോൾ നോർമലി നമ്മൾ പറയുന്നത് 100x എന്ന് എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ പെർസെന്റേജ് ഒക്കെ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും സ്റ്റാർട്ടിംഗിൽ 100x എന്ന് എടുത്ത് ചെയ്തു തുടങ്ങുക. നിങ്ങൾ ഈ മൾട്ടിപ്ലൈയിങ് ഫാക്ടറും ബാക്കിയുള്ള ബേസിക്സ് ഒക്കെ നന്നായിട്ട് ഫെമിലിയർ ആകുമ്പോൾ വെറുതെ X എന്ന് എടുത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റും. അതിലേക്ക് നമുക്ക് പയ്യെ വരാം. അപ്പൊ തൽക്കാലം ഇൻകം 100x ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചിട്ട് അയാള് റെന്റിന് എത്രയാ കൊടുത്തതെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. 100xന്റെ 30%, 100xന്റെ 30% എന്ന് പറയുമ്പോൾ 30x. ഇതാണ് നമ്മുടെ 10% 1% കാൽക്കുലേഷന്റെ അഡ്വാൻറ്റേജ്. പിന്നെ 100x എന്ന് എടുത്താൽ 30% ഓട്ടോമാറ്റിക് ആയിട്ട് 30x ആ, 40% എന്ന് പറഞ്ഞാൽ 40x ആ. അപ്പൊ ഈ പേഴ്സന്റെ ഇൻകം 100x ആണ്, അയാൾ 30x റെന്റിന് കൊടുത്തു. അങ്ങനെ റെന്റിന് 30x കൊടുത്താൽ അയാളുടെ റിമൈനിങ് ബാലൻസ് എത്ര ഉണ്ടാവും, 100x എന്ന് 30x കുറച്ചാൽ 70x ആണ് ബാലൻസ് ഉള്ളത്. ആ ബാലൻസിന്റെ 60% ആണ് ഗ്രോസറീസിന് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ബാലൻസ് 70x അല്ലേ, അതിന്റെ 60% അഗൈൻ ആലോചിക്കുക. 10% എന്ന് പറയുമ്പോൾ 70യുടെ 10% 7 ആ. അപ്പൊ 70xന്റെ 10% 7x ആ. എനിക്ക് വേണ്ടത് ബാലൻസിന്റെ 60% ആണ്. 60% ആണ് ഗ്രോസറീസിന് സ്പെൻഡ് ചെയ്തേക്കുന്നത്. അപ്പൊ 60% എന്ന് പറയുമ്പോൾ 6 into 7 42x. അപ്പൊ 70x ടോട്ടൽ കയ്യിലുണ്ടായിരുന്നു, അതിൽ 42x അയാൾ ഗ്രോസറീസിന് സ്പെൻഡ് ചെയ്തു. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എത്ര അയാൾ ഗ്രോസറീസിന് സ്പെൻഡ് ചെയ്തു എന്നാ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 42x ആണെന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തു വെക്കുക. 100x അല്ല കണ്ടുപിടിക്കേണ്ടത്, ഗ്രോസറീസിന് എത്ര സ്പെൻഡ് ചെയ്തു എന്നാൽ 42x ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പാർട്ടിലേക്ക് വരിക. ടോട്ടൽ 70x ഉണ്ടായിരുന്നു, 60% ഗ്രോസറീസിന്, അതായത് 42x ഗ്രോസറീസിന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 28x അല്ലേ. ആ 28x ബാലൻസ് ഉണ്ടായിരുന്നു, അതിൽ 40% അയാൾ ബാക്കിയുള്ള ഹെഡ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്തു. 40% എന്ന് പറയുമ്പോൾ
again 10% 2.8 അപ്പൊ 40% എന്ന് പറയുമ്പോൾ 2.8 into 4 അപ്പൊ 28 into 4 എത്രയാ 20 into 4 80 4 into 8 32 അപ്പൊ 112 എന്ന് കിട്ടും. അപ്പൊ 11.2 x ആണ് അയാള് അതേഴ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്ത്. അപ്പൊ 28 ന്ന് 11.2 കുറച്ചാൽ വെറുതെ മനസ്സിലാലോചിക്കുക 28 ന്ന് 10 കുറച്ചാൽ 18 1 കുറച്ചാൽ 17 ഒരു പോയിന്റ് കൂടെ കുറച്ചാലോ 16.8 അപ്പൊ 16.8 x ആണ് ക്വസ്റ്റിനിൽ തന്നേക്കുന്ന 7056 ഫൈനലി അയാൾ സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് ടോട്ടൽ 100x ഉള്ള ആള് 30x ഇവിടെ കൊടുത്തു 42x ഇവിടെ കൊടുത്തു 11.2x ഇവിടെ കൊടുത്തു അതെല്ലാം കഴിഞ്ഞ് ബാലൻസ് വന്ന് 16.8 ആണ്. അതാണ് അയാൾക്ക് സേവ് ചെയ്യാൻ പറ്റിയത്. ആ സേവിങ്സ് 7056 വന്നു. അപ്പൊ നമുക്ക് ഇവിടുന്ന് x കാൽക്കുലേറ്റ് ചെയ്ത് 42x ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ആ പഠിപ്പിച്ച മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, നമുക്കിനി ഇതേ ക്വസ്റ്റ്യൻ സപ്പോസ് നമ്മൾ പെർസെന്റേജിൽ നല്ല കംഫർട്ടബിൾ ആണെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റുക എന്നോട് നോക്കാം. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ പെർസെന്റേജിൽ നല്ല കംഫർട്ട് ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ 100%, എൻ്റെ കുറെ എമൗണ്ട് ഉണ്ട്, അത് 100% എന്ന് ഞാൻ അസ്യൂം ചെയ്തു. അതിൽ നിന്ന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ 30% റെന്റിന് വേണ്ടി മാറ്റിയാൽ നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ കയ്യിൽ ബാക്കി എത്ര ഉണ്ടാവും? 100% നിന്ന് 30% മാറ്റിയാൽ ബാക്കി 70% അല്ലേ? ഇതൊന്ന് മനസ്സിൽ വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഈസി ആയിട്ട് ഇത്രയും സ്റ്റെപ്സ് ഒന്നും എഴുതാണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ചുമ്മാ അതോടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സപ്പോസ് എന്റെ ഇൻകം എക്സ് ആണ്, 100x എന്ന് എടുക്കുന്നില്ല, ഇൻകം എക്സ് എന്ന് എടുത്തു എന്ന് വെക്കാം. ഇൻകം എക്സ് എന്ന് എടുത്താൽ 30% ഞാൻ റെന്റിന് വേണ്ടി കൊടുത്താൽ 30% റെന്റിന് കൊടുത്തു. റെന്റിന് എത്ര കൊടുത്തു എന്ന് വെച്ചാൽ 30% ഓഫ് എക്സ് ആണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, 30% പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ബാക്കി എത്രയുള്ള? ബാക്കിയുള്ള 70% അല്ലേ? അപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ ബാക്കിയുള്ളത് 70% ആണ്. ഈ ബാക്കിയുള്ളതിൽ നിന്ന് 60% ആണ് ഗ്രോസറീസിന് കൊടുത്തത്. അപ്പൊ അതാണ് ക്വസ്റ്റിനിൽ ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റിനിൽ ചോദിച്ചത് ബാക്കിയുള്ളതിന്റെ 60% ആണ് ഗ്രോസറീസിന് കൊടുത്തത്. 60% ഓഫ് 70% ഓഫ് എക്സ്. ഇതാണ് ഞാൻ ഗ്രോസറീസിന് കൊടുത്തത്. ഓക്കെ, അപ്പൊ ഈ പാർട്ട് ഒന്നുകൂടെ പറയാം. എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ടോട്ടൽ എക്സ് ആണ്. ഞാൻ അതിൽ നിന്ന് 30% റെന്റിന് കൊടുത്തു. അപ്പൊ 30% റെന്റിന് കൊടുത്താൽ ബാക്കിയുള്ള 70%. ആ 70%ന്റെ 60% ഞാൻ ഗ്രോസറീസിന് സ്പെൻഡ് ചെയ്തു. ആ 70%ന്റെ 60% ഗ്രോസറീസിന് സ്പെൻഡ് ചെയ്തു. അപ്പൊ ഗ്രോസറീസിന് എത്ര സ്പെൻഡ് ചെയ്തു എന്നാണ് ക്വസ്റ്റിനിൽ ചോദിച്ചത്. സോ എനിക്ക് ഇൻ എഫക്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് 60/100 into 70/100 into x ആണ്. അപ്പൊ ഇനി ഇവിടെ വീണ്ടും ആലോചിക്കാം. എന്റെ കയ്യിൽ ഇപ്പൊ ബാലൻസ് ഉണ്ടായിരുന്ന ഇത്രയായിരുന്നു. അതിൽ നിന്ന് ഞാൻ ഗ്രോസറീസിന് എന്റെ കയ്യിൽ ഉള്ളതിൽ നിന്ന് ഗ്രോസറീസിന് 60% കൊടുത്തു. ഇപ്പൊ ഉള്ള ഇതാ. അതിൽ നിന്ന് 60% ഞാൻ ഗ്രോസറീസിന് കൊടുത്തെങ്കിൽ എന്റെ കയ്യിലുള്ള ബാലൻസ് അതിന്റെ 60% പോയി. ബാക്കിയുള്ള എത്രയാ? 40% അല്ലേ? അപ്പോ 60% ഗ്രോസറീസിന് കൊടുത്തു, ബാക്കിയുള്ള 40% ഉണ്ട്. ആ ബാക്കിയുള്ള 40% നിന്ന് ഞാൻ ഒരു 40% അതേഴ്സിന് വേണ്ടി കൊടുത്തു. 40% ഓഫ് ദ റിമൈനിങ് ഓൺ അതേഴ്സ് പറഞ്ഞു. അഗൈൻ ആലോചിച്ച് നോക്കുക, 40% നിങ്ങൾ അതേഴ്സിലേക്ക് കൊടുത്താൽ നിങ്ങളുടെ കയ്യിൽ ബാക്കി എത്ര ഉണ്ടാവും? 40% അതേഴ്സിലേക്ക് കൊടുത്താൽ നിങ്ങളുടെ കയ്യിൽ ബാക്കി ഇനി സേവ് ചെയ്യാനുള്ള എത്രയാ? ഇപ്പൊ ഉള്ളതിന്റെ 60%. 40% പോയി. അപ്പൊ നമ്മൾ 60% പോയി. ആ 60% ഫൈനലി എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയത് 7056 ആണ് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു 2 സീറോസ് ഒക്കെ കട്ട് ചെയ്ത് കളയാം. ഈ സീറോസ് ഒക്കെ ഒന്ന് ക്യാൻസൽ ചെയ്ത് കളയാം. സോ ബേസിക്കലി ഇവിടുന്ന് നമുക്ക് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അഗൈൻ 10 വെച്ച് കട്ട് ചെയ്യണ്ട. ഇത് ഇവിടെ പോയി ക്യാൻസൽ ഔട്ട് ചെയ്യാൻ നോക്കാം. 70/7 എന്ന് പറയുമ്പോൾ 10 ആണ്. 5നകത്ത് 7 പോവില്ല, അപ്പൊ ഒരു 0 വരുന്നു. 56/7 ചെയ്താൽ 8, 1008 എന്ന് കിട്ടും. ഓക്കെ, തൽക്കാലം കാൽക്കുലേഷൻ ഇങ്ങോട്ട് എഴുതാം. നിങ്ങൾ ഇവിടുന്ന് ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന 6/10 ഇൻറ്റു മുകളിലോട്ട് ഞാൻ ക്യാൻസൽ ഔട്ട് ചെയ്തെന്ന് കാണാൻ പറ്റില്ല. 6/10 ഇൻറ്റു 4/10 ഇൻറ്റു ഈ 7 ഇവിടെ വരുമ്പോൾ ഡിവിഷൻ ആവും. അങ്ങനെ ഡിവൈഡ് ചെയ്താണ് ഇത് കിട്ടിയത്. 4/10 ഇൻറ്റു x/10 ഈക്വൽസ് 1008 എന്നാണ് കിട്ടിയത്. ഓക്കെ, ഇനി ഒരു 4 കട്ട് ചെയ്ത് കളയാലോ. വെറുതെ ആലോചിച്ച് നോക്കിയാൽ 4 കട്ട് ചെയ്ത് കളഞ്ഞാൽ 1000നകത്ത് 250 അല്ലേ? 252 എന്ന് കിട്ടും. നിങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കുക, ഇത് 252 എന്ന് കിട്ടും. അപ്പൊ 10നകത്ത് 4 എന്ന് പറയുന്നത് 2 ടൈംസ്, പിന്നെ 20കകത്ത് 5 ടൈംസ്, 8നകത്ത് 2 ടൈംസ്. നോർമലി അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 252 എന്ന് കിട്ടും. ഇനി അതിനെ നമ്മളൊന്ന് 6 കൊണ്ടുകൂടെ കട്ട് ചെയ്ത് കളഞ്ഞാലോ?
252/6 എന്ന് പറയുമ്പോൾ 25-നകത്ത് 4 ടൈംസ്, 12-നകത്ത് 2 ടൈംസ്. എനിക്കപ്പോ x ഈസ് ഈക്വൽ ടു ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 42 × 10 × 10 × 10 42,000 എന്ന് കിട്ടും. x ഈസ് ഈക്വൽ ടു 42,000 എന്ന് കിട്ടി. മുമ്പേ ചെയ്തത്രയും കാൽക്കുലേഷൻ വരുന്നില്ല. ഈ ഒരു കാൽക്കുലേഷൻ പാർട്ട് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് ക്യാൻസൽ ഔട്ട് ചെയ്താൽ മതി. അപ്പൊ ക്വസ്റ്റിനെ ചോദിച്ചത് എത്രയാണെന്നാണ്. ഇവിടുന്ന് എനിക്കൊരു 0 കട്ട് ചെയ്ത് കളയാം. അപ്പൊ 6 × 7 × x-ന്റെ വാല്യൂ 42,000 എന്ന് കിട്ടി, ഡിവൈഡഡ് ബൈ 10 × 10, അതായത് 100. അപ്പൊ എനിക്ക് അഗൈൻ ഒരു 2 സീറോസ് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പൊ ഇൻ എഫക്ട് എനിക്ക് ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 6 × 7 42 × 420 എത്രയെന്നുള്ളതാണ്. 42 × 420, അതായത് 42-ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് അറിയാവുന്നവർക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യണ്ട, അല്ലാത്തൊരു മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 42 × 42 നിങ്ങൾ ഇനി കൂടുതൽ സോൾവ് ചെയ്യാൻ പോകണമെന്നില്ല. 42 × 42 നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ 2 × 2 4 എന്നല്ലേ കിട്ടുക. ഇവിടെ നമ്മുടെ ഓപ്ഷൻസിൽ ഒരൊറ്റ ഓപ്ഷനിലെ 4 എൻഡ് ചെയ്യുന്നുള്ളൂ. സോ അത് മാത്രം നമുക്ക് ആൻസർ എന്ന് എഴുതാം. 17,640 മൾട്ടിപ്ലൈ ചെയ്യണമെന്നില്ല. ഇനി 42 × 42 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് വേണമെന്നുണ്ടെങ്കിൽ മെത്തേഡ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. 25 to 50 ഒരു നമ്പർ സ്ക്വയർ ചെയ്യണമെങ്കിലുള്ള മെത്തേഡ് ഇത്രയേ ഉള്ളൂ. 25 to 50, 42 × 42 എന്ന് പറഞ്ഞാൽ 42 സ്ക്വയർ. 25 to 50 ഒരു നമ്പർ സ്ക്വയർ ചെയ്യണമെങ്കിൽ ആ നമ്പറും 50യും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാന്ന് നോക്കുക. 42 ഉം 50യും തമ്മിലുള്ള ഡിഫറൻസ് 8 ആണ്. ഈ 8 നിങ്ങൾ 25-ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. 45 ഉം 50യും തമ്മിലുള്ള ഡിഫറൻസ് 8 ആണ്. 8 25 എന്ന് കുറച്ചാൽ എത്ര കിട്ടും? 17. എന്നിട്ട് ഈ 8-ന്റെ സ്ക്വയർ എത്രയാണ്? ഡിഫറൻസിന്റെ സ്ക്വയർ 64. 1764 എന്ന് കിട്ടിയില്ലേ? സോ ആൻസർ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1764 എന്ന് കിട്ടും. ഒരു 0 ആഡ് ചെയ്ത് ബി 0 ആഡ് ചെയ്യുമ്പോൾ 17,640. നമുക്ക് ആൻസർ കിട്ടി ഓപ്ഷൻ 1 17,640. അഗൈൻ ഇത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യം ഇവിടെ ഇല്ല. നിങ്ങൾ ഇവിടെ തന്നെ 42 × 42 ചെയ്യുമ്പോൾ തന്നെ 2 × 2 4 എന്ന് കിട്ടും. 4 എൻഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സോ ഓപ്ഷൻ 1 നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ പെർസെന്റേജ് നന്നായിട്ട് പഠിച്ചാൽ വളരെ പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്ത് പോകാൻ പറ്റും. ലാസ്റ്റിലുള്ള ഒരു ചെറിയൊരു കാൽക്കുലേഷൻ മാത്രമായിരിക്കാം മേ ബി ഒരു അല്പം ടൈം കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള മെത്തേഡ്സ് ഒന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. എ പേഴ്സൺ ഏൺ 16,000 പെർ മന്ത്. അയാൾ ഓരോ മന്തിലും 16,000 വെച്ച് ഏൺ ചെയ്യുന്നുണ്ട്. ആൻഡ് സ്പെൻഡ് 80% ഓഫ് ദ ഇൻകം ആൻഡ് സേവ് ദ റിമൈനിങ്. 80% അയാൾ സേവ് ചെയ്തു, ബാക്കി 80% അയാൾ സ്പെൻഡ് ചെയ്തിട്ട് ബാക്കി സേവ് ചെയ്തു. അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് നെക്സ്റ്റ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അയാളുടെ ഇൻകം 20% കൂടി, എക്സ്പെൻസ് 10% കൂടി. പെർസെന്റേജ് ഇൻക്രീസ് ഇൻ ദ സേവിങ്സ്. ഈ ഒരു വേർഡ് പ്രത്യേകം ശ്രദ്ധിക്കുക. പെർസെന്റേജ് ഇൻക്രീസ് ഇൻ ദ സേവിങ്സ്. നമുക്ക് പുതിയ കേസിൽ എത്ര സേവിങ്സ് ഉണ്ട്, എത്ര ഇൻകം ഉണ്ട് എന്നൊന്നും ക്വസ്റ്റിന് ചോദിച്ചിട്ടില്ല. നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് പെർസെന്റേജിൽ വന്ന ഇൻക്രീസ് എത്രയാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ എപ്പോഴും ആലോചിക്കണം, നിങ്ങൾ ഈ 16,000 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് പോയാൽ കുറേയേറെ ടൈം എടുക്കും. നമ്മൾ ഈ 16,000-ന്റെ 80% കാൽക്കുലേറ്റ് ചെയ്യും, അതിന്റെ ബാക്കി 20% സേവിങ്സ് പറഞ്ഞ് എഴുതി വെക്കും. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോകുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. പെർസെന്റേജ് ഇൻക്രീസ് ഒക്കെയാണ് ചോദിച്ചേക്കുന്നെങ്കിൽ ഈ ഇനിഷ്യൽ വാല്യൂവിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ലാന്ന് മനസ്സിലാക്കാം. നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, അയാളുടെ ഇൻകം ഞാൻ വെറുതെ 100 എന്ന് എടുത്താൽ ഇൻകം 100 ആണെന്ന് അസ്യൂം ചെയ്തു നോക്കാം. അപ്പൊ തൽക്കാലം ഇൻകം ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്, സേവിങ്സ് ഉണ്ട്. ഈ 3 ഡേറ്റയിലെ നമുക്കുള്ള ഈ ക്വസ്റ്റ്യനിൽ ഇൻകം ഞാൻ 100 എന്ന് എടുത്താൽ അയാൾ അതിന്റെ 80% എന്ന് വെച്ചാൽ 80 റുപ്പീസ് അയാൾ സ്പെൻഡ് ചെയ്തു, ബാക്കിയുള്ള 20 റുപ്പീസ് അല്ലേ സേവ് ചെയ്തേ. ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഇൻകം 100 ആയിരുന്നെങ്കിൽ 80 റുപ്പീസ് സ്പെൻഡ് ചെയ്തു, ബാക്കി 20 റുപ്പീസ് സേവ് ചെയ്തു. ഇനി ഇൻകം ഇൻക്രീസസ് ബൈ 20%. ഇൻകം എത്രയാ? 100. 20% കൂടിയാൽ അത് എത്രയാവും? 120. അപ്പൊ 20% കൂടിയാൽ അഗൈൻ 100-ന്റെ 20% 20 ആണ്. 20% കൂടിയാൽ പുതിയ കേസിലെ ഇൻകം 120 ആയി. ഇൻകം 120 ആയി. ആൻഡ് എക്സ്പെൻഡിച്ചർ ബൈ 10%. എക്സ്പെൻഡിച്ചർ 10% കൂടി. എക്സ്പെൻഡിച്ചർ 80 ആയിരുന്നു പണ്ട്, അതിന്റെ 10% എത്രയാ? 8 ആണ്. ഈ ഒരു കാൽക്കുലേഷൻ പ്രത്യേകം ഓർത്തു വെക്കുക. 10% 1% കാൽക്കുലേഷൻ. ഓക്കെ, അപ്പൊ അയാളുടെ എക്സ്പെൻസ് 80 ആയിരുന്നു, അതിന്റെ 10% 8 ആണ്. 80യുടെ കൂടെ അതിന്റെ 10% കൂടെ ഇൻക്രീസ് ചെയ്തു, അപ്പൊ അത് 88 ആയിട്ട് മാറി. അപ്പൊ ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, 120 റുപ്പീസ് ഇപ്പൊ ഇൻകം ഉണ്ട്, അതിൽ 88 അയാള് സ്പെൻഡ് ചെയ്തു. അപ്പൊ ബാക്കി എത്ര ഉണ്ടാവും സേവ് ചെയ്യാനായിട്ട്? 88. 120 ന്ന് 88 കുറച്ചാൽ 32 എന്നല്ലേ കിട്ടുക?
നല്ല വെറുതെ ആലോചിച്ചൊക്കെ 88 പ്ലസ് 2 ആണ് 90, 90 പ്ലസ് 30 ആണ് 120. അപ്പൊ 32 ആണ് സേവിങ്സ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പണ്ട് 20 റുപ്പീസ് സേവിങ്സ് ആയിരുന്നെങ്കിൽ ഇപ്പൊ 32 റുപ്പീസ് അല്ലേ സേവിങ്സ്. പെർസെന്റേജ് ഇൻക്രീസ് എത്രയാണെന്ന് ചോദിച്ചു. ഇതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. പെർസെന്റേജ് ഇൻക്രീസിന്റെ ഇക്വേഷൻ എന്താ? പെർസെന്റേജ് ചേഞ്ചിന്റെ ഇക്വേഷൻ പഠിച്ചത് ചേഞ്ച് ബൈ ഇനിഷ്യൽ വാല്യൂ. ചേഞ്ച് ബൈ ഇനിഷ്യൽ വാല്യൂ ഇൻറ്റു 100 എന്നാണ് ഇക്വേഷൻ പഠിച്ചത്. അപ്പൊ ഇവിടെ 20 32 ആയെങ്കിൽ ചേഞ്ച് എത്രയാ? 12 ആണ്. ഇനിഷ്യൽ വാല്യൂ എത്രയാ? 20 ആണ്. അപ്പൊ 12 ബൈ 20 ഇൻറ്റു 100. 20 ഇൻറ്റു 5 അല്ലേ 100. അപ്പൊ 12 ഇൻറ്റു 5 60 അല്ലേ. സോ ഹിസ് സേവിങ്സ് ഇൻക്രീസ്ഡ് ബൈ 60%. അഗൈൻ ഓപ്ഷൻ 1 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താന്ന് നോക്കിയേ. There are Y yellow marbles and B blue marbles. 18% of the yellow marbles. ഈ 18% ഓഫ് Y എന്ന് പറയുന്നതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് അല്ലേ. തൽക്കാലം നമുക്ക് യെല്ലോ മാർബിൾസ് 100Y എന്ന് എടുത്താലോ? അങ്ങനെ എടുത്തു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമെന്നൊന്ന് ആലോചിച്ച് നോക്കുക. ക്വസ്റ്റ്യനിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ എന്താണോ അതിൽ നമ്മൾ അതനുസരിച്ച് ചേഞ്ച് വരുത്തുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ചെയ്യാനുള്ള ബെസ്റ്റ് വേ, അയാളുടെ കയ്യിൽ കുറെ യെല്ലോ മാർബിൾസും ഉണ്ട് ബ്ലൂ മാർബിൾസും ഉണ്ട്. യെല്ലോ ആൻഡ് ബ്ലൂ. യെല്ലോ മാർബിൾസ് Y ആണെന്നും ബ്ലൂ മാർബിൾസ് B ആണെന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞു. പക്ഷെ എനിക്ക് 18%ഉം 24%ഉം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഈസി നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കില്ലേ. അപ്പൊ ഞാൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. യെല്ലോ മാർബിൾസ് തൽക്കാലം ഒരു 100Y എന്ന് അസ്യൂം ചെയ്യാണ്. ബ്ലൂ മാർബിൾസ് 100B എന്ന് അസ്യൂം ചെയ്തു. ഓക്കെ, ഇങ്ങനെ അസ്യൂം ചെയ്താൽ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചേക്കുന്നത്? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് Y സ്ക്വയർ ടു B സ്ക്വയർ എന്നാണ്. എപ്പോഴും ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചത് അത് നമ്മൾ നോക്കണം. ഇവിടെ Y സ്ക്വയർ ടു B സ്ക്വയർ ആണ് ചോദിച്ചേക്കുന്നത്. പക്ഷെ Yക്ക് പകരം ഞാൻ 100 എന്നല്ലേ എടുത്തേക്കുന്നത്. അപ്പൊ 100Yക്ക് പകരം 100Y എടുക്കുമ്പോൾ 100Y ഇൻറ്റു 100Y. Y സ്ക്വയർ എന്ന് പറയുമ്പോൾ 100Y ഇൻറ്റു 100Y ഡിവൈഡഡ് ബൈ 100B ഇൻറ്റു 100B എന്ന് വരില്ലേ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഈ 100ഉം 100ഉം ഒക്കെ എന്തായാലും കട്ടായി പോകില്ലേ. അപ്പൊ ഇൻ എഫക്ട് ക്വസ്റ്റ്യനിൽ ചോദിച്ചതും നമ്മളിപ്പോ 100Y 100B എന്ന് ആൻസർ എടുത്താൽ അഗൈൻ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ഫൈനലി 100Y സ്ക്വയർ ബൈ B സ്ക്വയർ തന്നെ കണ്ടുപിടിച്ചാൽ മതി. അല്ലെങ്കിൽ 100Yക്ക് പകരം 100Y എന്ന് എടുത്താലും Bക്ക് പകരം 100B എന്ന് എടുത്താലും യാതൊരു മിസ്റ്റേക്കും വരുന്നില്ല. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. എന്തായാലും 18% of the yellow marbles were added to 24% of the blue marbles. അപ്പൊ യെല്ലോ മാർബിൾസ് 100Y ആണെങ്കിൽ 18% എത്രയായിരിക്കും? 100Y എന്ന് എടുക്കാനുള്ള കാരണം 18% എന്ന് പറയുന്നത് 18Y ആണ്. 18% 80Y ആണ്. വേർ ആഡഡ് ടു ഈ 18% യെല്ലോ മാർബിളിന്റെ ഒരു 18% എടുത്തിട്ട് 24% ഓഫ് ദ ബ്ലൂ മാർബിൾസിന്റെ കൂടെ ആഡ് ചെയ്തു. ബ്ലൂ മാർബിൾസ് 100B ആ, അതിന്റെ 24% എത്രയാ? 24B ആ. നമ്മൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ 30 ആയിരിക്കും എന്നാ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. സോ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയില്ലേ? 18Y പ്ലസ് 24B ഈക്വൽ ടു 30. ഒരു 6 കട്ട് ചെയ്ത് കളഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. എല്ലായിടത്തും നമുക്കൊരു 6 കട്ട് ചെയ്യാം. അപ്പൊ 3Y പ്ലസ് 4B ഈക്വൽ ടു 5. സോ എനിക്കൊരു ഇക്വേഷൻ കിട്ടി 3Y പ്ലസ് 4B ഈക്വൽ ടു 5. 6 കട്ട് ചെയ്ത് കളഞ്ഞപ്പോ 3Y പ്ലസ് 4B ഈക്വൽ ടു 5 എന്ന് കിട്ടി. നെക്സ്റ്റ് പാർട്ടിൽ പറഞ്ഞേക്കുന്നത് എന്താ? 3 times the number of yellow marbles. അപ്പൊ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കണം. ഒരു ഡേറ്റ തന്നിട്ട് പിന്നെ വേറൊരു ഡേറ്റ തരുമ്പോൾ എപ്പോഴും ഇനിഷ്യൽ ഡേറ്റനെ ബേസ് ചെയ്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. 3 times the number of yellow marbles. ഇനിഷ്യൽ ഉള്ള നമ്പർ ഓഫ് yellow marbles 100Y ആണ്. അപ്പൊ 3 times പറയുമ്പോൾ 3 into 100Y 300Y. 3 times the number of yellow marbles exceeds, അത് കൂടുതലാ, എന്തിനേക്കാളും കൂടുതലാ? 2 times the number of blue marbles. 2 times the number of blue marbles എന്ന് പറയുമ്പോൾ 200B ആവും. ബ്ലൂ മാർബിൾസ് 100B ആണ്. 2 times എന്ന് പറയുമ്പോൾ അത് 200B ആവും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് 200 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 3 times the number of yellow marbles കൂടുതലാണ് 2 times the number of blue marblesനേക്കാളും by 200. എന്ന് വെച്ചാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് 200. അപ്പൊ 300Y minus 200B is equal to 200 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 2 zeros ഇവിടുന്ന് കട്ട് ചെയ്ത് കളയാലോ. അങ്ങനെ 2 zeros കട്ട് ചെയ്ത് കളഞ്ഞാലുള്ള ഇക്വേഷൻ 3Y minus 2B equal to 2 എന്ന് കിട്ടും. സോ നമുക്ക് 2 ഇക്വേഷൻ ആയി. നമുക്ക് എല്ലാവർക്കും 2 ഇക്വേഷൻ 2 വേരിയബിൾ സോൾവ് ചെയ്യാൻ അറിയാലോ.
3y minus 2b equals 2 എന്നാണ്. ഇത് രണ്ടൂടെ വെറുതെ ഒന്ന് സബ്ട്രാക്ട് ചെയ്താൽ y ക്യാൻസൽ ആയി പോവില്ലേ? അപ്പൊ y ഒന്ന് ക്യാൻസൽ ചെയ്യാം. 4b minus 2b എന്ന് പറഞ്ഞാൽ 6b എന്നാവും. 3y യും 3y യും ക്യാൻസൽ ആയി. 4b minus 2b 6b equal to 5 minus 2 3. So b is equal to എത്ര നമുക്ക് കിട്ടുക? 0.5 എന്ന് കിട്ടും. b is equal to 0.5 എന്ന് കിട്ടിയാൽ ഇത് ഈ ഇക്വേഷനിലേക്ക് b ക്ക് പകരം 0.5 കൊടുത്താൽ 3y minus 2 into 0.5 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 equals 2. അപ്പൊ 3y equals 3 എന്ന് കിട്ടും, which means y is equal to 1. So y equal to 1 എന്ന് കിട്ടി, b is equal to 0.5 എന്ന് കിട്ടി. സോറി, ഞാൻ ഇവിടെ എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. 100b into 100b, 100 100 ക്യാൻസൽ ആയി കഴിയുമ്പോൾ ക്വസ്റ്റിനെ ചോദിച്ചിരുന്നു y സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്നായിരുന്നു. അപ്പൊ y-യുടെ വാല്യൂ 1 എന്ന് കിട്ടി, b-യുടെ വാല്യൂ 0.5 എന്ന് കിട്ടി. അപ്പൊ y സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ y എന്ന് പറയുമ്പോൾ 1 ഡിവൈഡഡ് ബൈ y സ്ക്വയർ, 1ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 1 ആണ്. b എന്ന് പറഞ്ഞാൽ 0.5 ആണ്. 0.5 into 0.5 എന്ന് പറയുമ്പോൾ 0.25. നിങ്ങൾ ഒരു 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 100 by 25. 100 by 25 എന്ന് പറയുമ്പോൾ 25 കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇത് 4/1 എന്ന് കിട്ടും. സോ ദ ആൻസർ വിൽ ബി 4:1, ഓപ്ഷൻ 2. അഗൈൻ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളോട് റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. നമ്മളോട് ചോദിച്ചത് y സ്ക്വയർ ബൈ ബി സ്ക്വയറിന്റെ റേഷ്യോയാണ്. അപ്പൊ നിങ്ങൾ അതിനെ രണ്ടിനും ഒരു 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ, ന്യൂമറേറ്ററിനെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്ററിനെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് റേഷ്യോ വന്നാൽ, റേഷ്യോയിൽ മാറ്റമൊന്നുമില്ലോ, കോമൺ ഫാക്ടേഴ്സ് എല്ലാം കട്ടായി പോകുന്നു മനസ്സിലാക്കിയാൽ മതി. അപ്പൊ നമ്മളിവിടെ 100y എന്ന് 100b എടുത്തു എന്ന് പറഞ്ഞ് കുഴപ്പമില്ല. ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾ y b എന്ന് എടുത്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരില്ല. ഇവിടെ 0.18y-യും ഇവിടെ 0.24y-b-യും വരും. കുറച്ച് ഡെസിമൽസ് വരുന്നു മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ 100y-യും 100b-യും അസ്യൂം ചെയ്തത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ആർ ടാർഗറ്റ്സ് ടു സ്കോർ 85% ഓഫ് മാർക്ക് ഇൻ ആൻ എക്സാം. ഓക്കെ, ആർ എന്ന് പറയുന്നയാള്, അയാളുടെ ടാർഗറ്റ് എക്സാമില് 100% മാർക്കാണ് മാക്സിമം കിട്ടുക. അയാളുടെ ടാർഗറ്റ് ആ 100%-ല് ഒരു 85% കിട്ടണം എന്നായിരുന്നു. Again, ഇവിടെ നോക്കണം, how much increment in percentage should be there in his scored marks to meet the target. Again, ഇവിടെ പെർസെന്റേജ് ഇൻക്രീസ് ആണ് ചോദിച്ചേക്കുന്നത്. ചിലപ്പോൾ ആ ഡേറ്റ 450 മാർക്ക് എന്ന് പറയുന്ന ഡേറ്റയ്ക്ക് ചിലപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആർ എന്ന് പറയുന്ന ആൾ ടാർഗറ്റ് ചെയ്തേക്കുന്ന 85%, മാക്സിമം 100% ആണ് കിട്ടുക. അതിൽ 85% ടാർഗറ്റ് ചെയ്തു, അയാൾക്ക് ഒരു 450 മാർക്ക് കിട്ടി. ആൻഡ് ഹി മിസസ് ദ ടാർഗറ്റ് ബൈ 35%. അപ്പൊ 85% ടാർഗറ്റ് ചെയ്ത ആൾക്ക് അതിനേക്കാളും 35% കുറഞ്ഞാ കിട്ടിയെന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ടിയത് എത്രയാ? 50%. അയാൾക്ക് കിട്ടിയ 50%. അയാളുടെ ടാർഗറ്റ് 85%. ക്വസ്റ്റിന് ചോദിച്ചാൽ എന്താന്ന് ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. ഹൗ മച്ച് ഇൻക്രിമെന്റ് ഇൻ പെർസെന്റേജ് ഷുഡ് ബി ദെയർ ഇൻ ഹിസ് സ്കോർ ടു മാർക്ക് ടു മീറ്റ് ദ ടാർഗറ്റ്. ആ ടാർഗറ്റിലേക്ക് എത്തണമെങ്കിൽ എത്ര പെർസെന്റേജ് കൂടണം? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ടാർഗറ്റിലേക്ക് എത്തണമെങ്കിൽ ഈ 50% 85 ആയാൽ പോരെ. പെർസെന്റേജ് ഇൻക്രീസ് എത്രയാണെന്ന് ഞാൻ ചോദിച്ചാൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? പെർസെന്റേജ് ഇൻക്രീസിന്റെ പെർസെന്റേജ് ചേഞ്ചിന്റെ ഇക്വേഷൻ, ചേഞ്ച് ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ വാല്യൂ ഇൻറ്റു 100. ചേഞ്ച് ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ വാല്യൂ ഇൻറ്റു 100. ഓക്കെ, അപ്പൊ 50 85 ആയിട്ട് മാറണം. 50 85 ആണെങ്കിൽ ചേഞ്ച് വരേണ്ട 35 അല്ലേ? ഡിവൈഡഡ് ബൈ, എവിടുന്ന ഈ ചേഞ്ച് വരണ്ടേ? ഇനിഷ്യൽ വാല്യൂ 50 ഇൻറ്റു 100. ഇത്രയും ചെയ്താൽ മതി. അപ്പോ 100 by 50 എന്ന് പറഞ്ഞാൽ 2 35 into 2 എത്രയാ? 70%. സോ ദ പെർസെന്റേജ് ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് 70% ആയിരിക്കും. ഓപ്ഷൻ 2 ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കൺസെപ്റ്റ് പഠിച്ചിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. സക്സസീവ് പെർസെന്റേജ് ഇൻക്രീസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ബാങ്ക് എക്സാംസിന്റെ പ്രിലിംസിലൊക്കെ ചിലപ്പോൾ വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടാണ് സക്സസീവ് പെർസെന്റേജ് ഇൻക്രീസ്. അപ്പൊ ജസ്റ്റ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. ഇപ്പൊ ജനറലി പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എനിക്കൊരു എക്സാമിന് 100 മാർക്ക് കിട്ടി.
ഞാൻ നെക്സ്റ്റ് എക്സാം എഴുതിയപ്പോഴത്തേക്കും എനിക്ക് അതിനേക്കാൾ ഒരു 20% കൂടുതൽ കിട്ടി എന്ന് പറഞ്ഞ സെക്കൻഡ് എക്സാമിന് എനിക്ക് 120 മാർക്ക് കിട്ടി. തേർഡ് എക്സാമിന് അതിനേക്കാളും 10% കൂടുതൽ കിട്ടി എന്ന് പറഞ്ഞാൽ 100 ആയിരുന്നു ഫസ്റ്റ് എക്സാമിന്റെ മാർക്ക്. സെക്കൻഡ് എക്സാമിൽ അതിനേക്കാളും 20% കൂടുതൽ കിട്ടി എന്ന് പറഞ്ഞപ്പോൾ 100 into 20 ആഡ് ചെയ്ത് 100 into 20% 20 ആണ്. അത് നമ്മൾ ആഡ് ചെയ്ത് 120 എന്ന് കിട്ടി. ഇനി അടുത്ത എക്സാമിൽ, അപ്പൊ ഇവിടെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ 20% ആയിരുന്നു എനിക്ക് കൂടുതൽ കിട്ടിയത്. 100 ആയിരുന്നു ഫസ്റ്റ് കേസിൽ, സെക്കൻഡ് എക്സാമിലേക്ക് വന്നപ്പോൾ 20% കൂടുതൽ മാർക്ക് കിട്ടി. ഇനി തേർഡ് എക്സാമിലേക്ക് വരുമ്പോൾ ഇതിനേക്കാളും ഒരു 10% കൂടുതൽ കിട്ടി എന്ന് പറഞ്ഞാൽ 120 ആണ്, അതിനേക്കാളും 10%. അപ്പൊ 120യുടെ 10% നമുക്കറിയാലോ, ഇവിടെ ഇപ്പൊ ഒരു ഡെസിമൽ കൊടുത്താൽ മതി 10% കണ്ടുപിടിക്കാൻ. 120യുടെ 10% എന്ന് വെച്ചാൽ 12 ആണ്. 120 + 12 132 എന്ന് കിട്ടും. അപ്പൊ ഫസ്റ്റ് എക്സാമിന്റെ മാർക്ക് 100 ആണ്. 3 എക്സാംസ്, സെക്കൻഡ് എക്സാം, തേർഡ് എക്സാമിന് എനിക്ക് 132 കിട്ടി. ടോട്ടൽ എത്ര പെർസെന്റേജ് ആ കൂടിയത്? ഫസ്റ്റ് എക്സാമിൽ നിന്ന് തേർഡ് എക്സാമിലേക്ക് വന്നപ്പോ ടോട്ടൽ വന്ന ഇൻക്രീസ് 100 132 ആയി. 100 132 ആയാൽ ഇൻക്രീസ് എന്ന് പറയുന്ന 32% അല്ലേ? അതുകൊണ്ടാണ് ഈ 100 എന്ന് അസ്യൂം ചെയ്യുന്നത്. 100 132 ആണെങ്കിൽ ഇൻക്രീസ് 32% ആണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഫസ്റ്റ് ഇൻക്രീസ് 20%, സെക്കൻഡ് ഇൻക്രീസ് 10%, എഫക്റ്റീവ് ഇൻക്രീസ് 32%. അത് ഒരു ഇക്വേഷനിലേക്ക് എങ്ങനെ കൊണ്ടുവരാം? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. 20യും 10 ആഡ് ചെയ്താൽ 30 എത്തുള്ളൂ. പക്ഷെ അതിന്റെ കൂടെ ഞാനൊരു 20 into 10/100 ചെയ്താൽ അത് 32ന് ഈക്വൽ ആവില്ലേ? അപ്പൊ ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് ചുമ്മാ ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു നമ്പർ ഉണ്ട് 100. ഞാൻ ആ നമ്പർ ആദ്യമേ 20% ഇൻക്രീസ് ചെയ്തപ്പോൾ അത് 120 ആയി. ആ നമ്പർ പിന്നെ ഒരു 10% കൂടെ ഇൻക്രീസ് ചെയ്തപ്പോൾ 132 ആയി. ഇപ്പൊ നമ്പറിൽ ഉണ്ടായ എഫക്റ്റീവ് ഇൻക്രീസ് എത്രയാ? 32%. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ 20 + 10 + 20 into 10/100 എന്നൊരു ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. അപ്പോ ഓർത്തിരിക്കേണ്ട പോയിന്റ്, ഫസ്റ്റ് ഇൻക്രീസ് A% ആണ്, സെക്കൻഡ് ഇൻക്രീസ് B% ആണെങ്കിൽ എഫക്റ്റീവ് ഇൻക്രീസ് എങ്ങനെ കണ്ടുപിടിക്കുക? അതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് A + B + AB/100 ആയിരിക്കും. ഈ ഒരു ഇക്വേഷൻ ആണ് സക്സസീവ് പെർസെന്റേജ് ഇൻക്രീസിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പൊ ഫസ്റ്റിലെ ഇൻക്രീസ് A%, സെക്കൻഡിലെ ഇൻക്രീസ് B% ആണെങ്കിൽ സക്സസീവ് ആയിട്ട് 2 ഇൻക്രീസ് ചെയ്തു. ആദ്യം നിങ്ങൾ ഒരു വാല്യൂ A% ഇൻക്രീസ് ചെയ്തു, പിന്നെ B% ഇൻക്രീസ് ചെയ്താൽ എഫക്റ്റീവ് പെർസെന്റേജ് ഇൻക്രീസ് നമുക്ക് ഡയറക്റ്റ് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. A + B + AB/100. ഇതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇനി ഇത് ഇതിന്റെ ഫസ്റ്റ് സെനാരിയോ ആണ്. ഫസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഞാൻ A% ഇൻക്രീസ് ചെയ്തു, അടുത്തതും B% ഇൻക്രീസ് ചെയ്യുക ചെയ്തത്. അപ്പൊ സെക്കൻഡ് കേസ്, ഫസ്റ്റ് ഞാൻ A% ഇൻക്രീസ് ചെയ്തിട്ട് സെക്കൻഡ് പാർട്ടിൽ B% ഡിക്രീസ് ചെയ്യുവാണെങ്കിലോ ഇക്വേഷൻ എന്തായിരിക്കും? ഫസ്റ്റ് A% ഇൻക്രീസ് ചെയ്തു, സെക്കൻഡിൽ B% ഡിക്രീസ് ചെയ്താൽ ഇതേ ഇക്വേഷൻ തന്നെ ഇൻക്രീസ് പ്ലസും ഡിക്രീസ് മൈനസും ആയിട്ട് എടുക്കുക. അപ്പൊ B എന്ന് പറയുന്ന ഡിക്രീസാ, അപ്പൊ -B - A into B/100. അതായത് A - B + A into -B. A into -B എന്ന് പറയുമ്പോൾ -AB/100 ആവും. അപ്പൊ ഇതുപോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് A% ഇൻക്രീസ് ആണ്, B% എന്ന് പറയുന്നത് ഡിക്രീസ് ആണ്. അപ്പൊ അതുപോലെ തേർഡ് കേസ് A% ഡിക്രീസ് ആ, ഫസ്റ്റ് ഞാൻ ഡിക്രീസ് ചെയ്തു, പിന്നെ സെക്കൻഡും ഡിക്രീസ് ചെയ്താൽ അപ്പൊ ഇക്വേഷൻ എന്തായിരിക്കും? ഫസ്റ്റിലെ ഡിക്രീസ് ആണ്, അപ്പൊ രണ്ടും മൈനസ് ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ -A - B മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും, +AB/100. സോ ഈ 3 ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ മാത്രം ഓർത്താൽ മതി. അതിനകത്ത് ഇൻക്രീസ് പോസിറ്റീവും ഡിക്രീസ് നെഗറ്റീവ് ആയാൽ ബാക്കിയുള്ള ഇക്വേഷൻസ് ആയി. ഇതാണ് സക്സസീവ് പെർസെന്റേജ് ഇൻക്രീസിന്റെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഷോർട്ട് കട്ട് ഫോർമുല. ഓക്കെ, നമുക്കപ്പോൾ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കാം. സാലറി ഓഫ് എ വർക്കർ ഈസ് ഫസ്റ്റ് ഇൻക്രീസ്ഡ് ബൈ 25%, then it is decreased by 12%, percentage change in the salary. ഞാൻ മുമ്പേ പഠിപ്പിച്ച മെത്തേഡിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇക്വേഷൻ അറിയെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ ആൻസറിലേക്ക് എത്തും. ആ മെത്തേഡ് വെച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ വേറെ നമ്പർ ഒന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ അഗൈൻ ഇനിഷ്യൽ സാലറി നമുക്ക് 100 എന്ന് എടുക്കാം. മോസ്റ്റ് ഓഫ് ദ പെർസെന്റേജ് ക്വസ്റ്റ്യൻസിലെ അസംഷൻ 100 ആയിരിക്കും. അപ്പൊ ഇനിഷ്യൽ സാലറി 100 എന്ന് എടുത്തു. സാലറി ഓഫ് ദ വർക്കർ ഫസ്റ്റ് ഇൻക്രീസ്ഡ് ബൈ 25%. 100 25% കൂടിയാൽ 100 into 25% 25 ആ. അപ്പൊ 100 25% കൂടിയാൽ അത് 125 ആവും. അപ്പൊ ഈ ഫസ്റ്റ് ഇൻക്രീസ് കഴിഞ്ഞപ്പോ അയാളുടെ സാലറി 125 ആയി. അവിടെ നിന്ന് അത് 12% കുറയ്ക്കാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന്
അതായത് നമ്മളിവിടെ 25% കൂട്ടി അതിനുശേഷം ഇനി 12% കുറയ്ക്കണം. 12% കുറയ്ക്കാൻ അഗൈൻ മനസ്സിൽ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 10% 12.5 ആണ് നോക്കാം. 10% 12.5 ആ. അപ്പൊ 1% 1.25 അല്ലേ? അപ്പൊ 2% അതിന്റെ ഡബിൾ ആ. 1.25ന്റെ ഡബിൾ എത്രയാ? 2.5 ആ. അപ്പൊ 10% ആയി 2% ആയി. അപ്പൊ 12% എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 15 എന്ന് കിട്ടും. 12.5 പ്ലസ് 2.5. അപ്പോ 125 ന്ന് 15 കുറഞ്ഞു കഴിഞ്ഞാൽ അത് 110 ആവും. സോ ഇൻ എഫക്ട് ആ പേഴ്സന്റെ സാലറി 100 ന്ന് 110 ആയി, വിച്ച് മീൻസ് ദർ ഇസ് എ 10% ഇൻക്രീസ്. സോറി, 10% ഇൻക്രീസ് ആണ്. ഞാൻ മാർക്ക് ചെയ്ത ഓപ്ഷൻ മാറിപ്പോയി. 10% ഇൻക്രീസ് ആവുമ്പോൾ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ വരിക. 10% ഇൻക്രീസ്. ഓക്കെ, ഇനി ആ ഷോർട്ട് കട്ട് ഇക്വേഷൻ അറിയാമായിരുന്നെങ്കിൽ ഇത്രയും സ്റ്റെപ്പ് ഒന്നും ചെയ്യണ്ട. ഫസ്റ്റ് ഇൻക്രീസ് ആണ്, സെക്കൻഡ് ഡിക്രീസ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ഇക്വേഷൻ ബേസിക്കലി പഠിച്ച ഇക്വേഷൻ a പ്ലസ് ബി പ്ലസ് എ ബി ബൈ 100 ആണ്. ഇക്വേഷൻ അറിയാമെങ്കിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഇൻക്രീസ് പോസിറ്റീവും ഡിക്രീസ് നെഗറ്റീവ് ആയിട്ട് എടുക്കുക. അപ്പൊ എ എന്ന് പറയുന്നത് ഇവിടെ 25 ആണ്, ബി എന്ന് പറയുന്നത് -12 ആണ്. പ്ലസ് എ ഇൻറ്റു മൈനസ് ബി എന്ന് പറയുമ്പോൾ -25 ഇൻറ്റു 12 by 100. A minus B minus AB by 100 എന്നാണ് ഇക്വേഷൻ. അപ്പൊ ഇവിടെ ഇത് സിംപ്ലിഫൈ ചെയ്യാം. 25 100 കട്ട് ചെയ്യുമ്പോൾ 4, 4 ഉം 12 കൂടെ കട്ട് ചെയ്യുമ്പോൾ 3. സോ 25 minus 12 minus 3, 25 minus 12 minus 3 എന്ന് വെച്ചാൽ 25 minus 15, അതായത് 10. സോ ഇൻ എഫക്ട് ഉണ്ടായത് ഇത് പ്ലസ് എന്നാണ് കിട്ടിയേക്കുന്നത്. 10%, മൈനസ് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ പ്ലസ് കിട്ടിയ 10% ഇൻക്രീസ്. സപ്പോസ് നിങ്ങൾക്ക് ആൻസർ ഇവിടെ -10 എന്ന് കിട്ടിയായിരുന്നെങ്കിൽ 10% ഡിക്രീസ് എന്നായിരിക്കും ആൻസർ വരിക. സോ അഗൈൻ ആൻസർ 10% ഇൻക്രീസ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് എല്ലാവരും ശ്രദ്ധിച്ചു വായിക്കുക. ഇൻ ആൻ ഇലക്ഷൻ ബിറ്റ്വീൻ ആർ ആൻഡ് എസ്, ആർ ഗെറ്റ്സ് 110% ഓഫ് ദ വോട്ട്സ് ഓഫ് എസ്. അഗൈൻ ഇവിടെയുള്ള ക്വസ്റ്റ്യൻസിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ അസ്യൂം ചെയ്തിട്ട് ചെയ്യണം. ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് പോൾഡ് ആണ് ചോദിച്ചേക്കുന്നത്. ആറിന് കിട്ടിയേക്കുന്ന 110% ഓഫ് ദ വോട്ട്സ് ഓഫ് എസ്. അപ്പൊ എസിന് കിട്ടിയ വോട്ടാണ് അറിയില്ലാത്തത്. അത് അസ്യൂം ചെയ്താൽ ആറിന് കിട്ടിയത് എത്ര വോട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എസിന് കിട്ടിയ എത്രയാണെന്ന് അറിയില്ല. എസിന് കിട്ടിയത് തൽക്കാലം ഒരു 100x ആണെന്ന് എടുക്കാം. അപ്പൊ ആറിന് കിട്ടിയേക്കുന്നത് അതിനേക്കാളും അല്ലെങ്കിൽ അതിന്റെ 110% ആണ്. അപ്പൊ 100x ആണ് ഈ ആറിന് കിട്ടിയേക്കുന്നത്. അതിന്റെ 110% എന്ന് പറയുമ്പോൾ 110x അല്ലേ. 120% എന്ന് പറഞ്ഞാൽ 120x, 130% എന്ന് വെച്ചാൽ 130x. അപ്പൊ ആറിന് കിട്ടിയേക്കുന്ന 110x and R gets 110% of the votes of S and beats us by R. എസിനെ ബീറ്റ് ചെയ്ത് 770 വോട്ട്സിനാ. നിങ്ങൾ ഇവിടെ നോക്കിയേ, ആർ എസിനെ എത്ര എക്സ് വെച്ചാ ബീറ്റ് ചെയ്തേക്കുന്നത്? 110x എന്ന് 100x കുറച്ചാൽ 10x. 10xനാണ് ബീറ്റ് ചെയ്തത്. ആ ബീറ്റ് ചെയ്ത വാല്യൂ 770 എന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. 10x is 770, which means x will be 77. x is 77. Find the total number of votes polled ആണ് ചോദിച്ചേക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് പോൾഡ്. അപ്പോ ആറിന് കിട്ടിയേക്കുന്ന, അത് എപ്പോഴും ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കാര്യമാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. 100x ഒന്നും കണ്ടുപിടിക്കാൻ നിൽക്കരുത്. ക്വസ്റ്റ്യൻ ചോദിച്ചത് ആർ പ്ലസ് എസ് ടോട്ടൽ എത്ര വോട്ട് കിട്ടി. ആറിന് കിട്ടിയ 100x, എസിന് കിട്ടിയ 110x കൂടെ കൂട്ടുമ്പോഴാണ് ടോട്ടൽ വോട്ട്സ് കിട്ടുക. അപ്പൊ 100 പ്ലസ് 110 എന്ന് പറയുമ്പോൾ 210x. എക്സിന്റെ വാല്യൂ ഓൾറെഡി 77 കിട്ടി. അപ്പൊ 210 ഇൻറ്റു 77. അപ്പൊ നമ്മൾ ഇനി 21 ഇൻറ്റു 77 ചെയ്യാം. ഈ 21 ഇൻറ്റു 77 ചെയ്യുമ്പോൾ 1 ഇൻറ്റു 7 ചെയ്യുമ്പോൾ തന്നെ 7 കിട്ടും. 1 ഇൻറ്റു 7 ചെയ്യുമ്പോൾ തന്നെ 7 കിട്ടുമ്പോൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഇവിടെ 7ൽ എൻഡ് ചെയ്യുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ ഓപ്ഷൻ 3 ആയിരിക്കും ആൻസർ. ബാക്കി കാൽക്കുലേഷൻ ചെയ്യേണ്ട കാര്യമില്ല. നോക്കാം, ഓപ്ഷൻസ് എപ്പോഴും യൂസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay, next question ഒന്ന് വായിച്ചു നോക്കുക. In a company, all the employees are getting equal wages. If the number of employees is increased by 20% and their wages per head are decreased by 18%,
then what is the percentage increase in the total wages? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് കുറച്ച് മുമ്പ് പഠിച്ച സക്സസീവ് പെർസെന്റേജ് ഇൻക്രീസിന്റെ ഇക്വേഷൻസ് ആണ്. നമുക്കത് എങ്ങനെയാണ് മനസ്സിലാക്കുക, അതിന് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി, നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ ആദ്യമേ പറയാം. സപ്പോസ് നിങ്ങളുടെ ഒരു ഇക്വേഷൻ ഉണ്ടെന്ന് നോക്കുക, A into B equal to C. നിങ്ങൾ ഇതിനെ പറ്റി ഒന്ന് രണ്ട് എക്സാമ്പിൾസ്, പ്രൈസ് ഇൻറ്റു കൺസംഷൻ ഈസ് എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈസ് ഏരിയ, ഈ ക്വസ്റ്റനിൽ ഇതുപോലെ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിലേക്ക് പയ്യെ വരാം. അപ്പോൾ എയിലുള്ള പെർസെൻറ്റേജ് ചേഞ്ച് എ പെർസെൻറ്റേജും ബിയിലുള്ള പെർസെൻറ്റേജ് ചേഞ്ച് ബി പെർസെൻറ്റേജും ആണ്. രണ്ടും ഇൻക്രീസ് ആണെങ്കിൽ സിയിൽ വരുന്ന പെർസെൻറ്റേജ് ചേഞ്ച് നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. A plus B plus AB by 100. അതായത് സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഞാനൊന്ന് മാറ്റി പറയാം, അല്ലെങ്കിൽ വേണ്ട, ജസ്റ്റ് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ, ഈ ഒരു എക്സാമ്പിൾ. അപ്പോ ഒരു റെക്ടാംഗിളിന്റെ ലെങ്ത് നമ്മൾ 20% കൂട്ടി, ആ റെക്ടാംഗിളിന്റെ ബ്രെഡ്ത്ത് 10% കൂട്ടിയാൽ റെക്ടാംഗിളിന്റെ ഏരിയയിൽ വരുന്ന പെർസെന്റേജ് ചേഞ്ച് എത്രയാന്ന് ചോദിച്ചാൽ ഈ ഇക്വേഷൻ അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോ 20 plus 10 plus 20 into 10 by 100 എന്ന് ആൻസർ കിട്ടും. ഇത് ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ 20 plus 10 plus 2 32% എന്ന് കിട്ടും. അതായത് ഒരു റെക്ടാംഗിളിന്റെ ലെങ്ത് നിങ്ങൾ 20% കൂട്ടി, ബ്രെഡ്ത്ത് 10% കൂട്ടിയാൽ ഏരിയയിൽ വരുന്ന ഇൻക്രീസ് 32% ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ പഠിച്ച ക്ലിയർ ആണെങ്കിൽ ഇവിടെ ഇതുപോലെ ഒരു ഇക്വേഷൻ ഉണ്ടോന്ന് ആലോചിച്ച് നോക്കുക. ഇൻ എ കമ്പനി ഓൾ ദ എംപ്ലോയീസ് ആർ ഗെറ്റിംഗ് ഈക്വൽ വേജസ്. നമ്പർ ഓഫ് എംപ്ലോയീസ്, അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഞാൻ എന്നെന്ന് എഴുതി, നമ്പർ ഓഫ് എംപ്ലോയീസ് ആൻഡ് ദെയർ വേജസ് പെർ ഹെഡ്, ഓരോരുത്തർക്കും കിട്ടുന്ന ഇൻകം, അയാളുടെ വേജസ്. അപ്പൊ നമ്പർ ഇൻറ്റു വേജസ് ആണ് എന്ത്, ടോട്ടൽ വേജസ്. ശരിയല്ലേ? നമ്പർ ഇൻറ്റു വേജസ് പെർ പേഴ്സൺ ആണ് ടോട്ടൽ വേജസ്. അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ 10 എംപ്ലോയീസ് ഉണ്ട്, ഓരോരുത്തർക്കും ഓരോ മണിക്കൂറിന് 100 റുപ്പീസ് കിട്ടി. ടോട്ടൽ എത്ര റുപ്പീസ് കിട്ടിയിട്ടുണ്ടാവും? 10 into 100 1000 റുപ്പീസ് അല്ലേ? സിമിലർ ആണ് നമ്പർ ഇൻറ്റു വേജ് പെർ പേഴ്സൺ. എത്ര ആൾക്കാരുണ്ടോ ഓരോരുത്തർക്കും കിട്ടിയ എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ എമൗണ്ട് കിട്ടും. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻക്രീസ്ഡ് ബൈ 20% and the wages decreased by 18%. Find the percentage decrease in the total wage. Total wage le change ചോദിച്ചേ. അപ്പൊ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്താൽ പോരെ, 20 plus 8 20 minus 18 sorry. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 20 minus 18 minus 20 into 18 by 100. ഒരു 0 കട്ട് ചെയ്ത് കളയാം. 20 minus 18 എന്ന് പറയുമ്പോൾ 2 ആയി. 2 minus ഒരു 0 ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയുമ്പോൾ 2 into 18 36 36 by 10 എന്ന് പറയുമ്പോൾ 3.6 എന്ന് കിട്ടും. 2 minus 3.6 എന്ന് പറയുമ്പോൾ 1.6 ആണ്. മൈനസ് 1.6 കിട്ടി. മൈനസ് 1.6 എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? 1.6% കുറഞ്ഞു എന്നതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ദ ആൻസർ വിൽ ബി 1.6%. വാട്ട് ഈസ് ദ പെർസെന്റേജ് ഡിക്രീസ് ഇൻ ദ ടോട്ടൽ വേജസ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. സോ 1.6% കുറഞ്ഞു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ചു നോക്കുക. 2 candidates contested in an election. 80% of the voters cast their votes, out of which 5% of the votes polled were invalid. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുമ്പോൾ തന്നെ വെറുതെ വായിച്ചു നിൽക്കാണ്ട് നമ്മൾ അവിടെ തന്നെ എന്താ അസ്യൂം ചെയ്യേണ്ടത്? ഇവിടെ എനിക്ക് 2 കാൻഡിഡേറ്റ് ആണ് ഈ ഇലക്ഷന് കണ്ടസ്റ്റന്റ്, അതറിയാം. 80% ഓഫ് ദ വോട്ടേഴ്സ് കാസ്റ്റ് ദെയർ വോട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ടോട്ടൽ എത്ര ആൾക്കാരുണ്ടാവും അതെനിക്കറിയില്ല, പെർസെന്റേജ് ആണ്. അപ്പൊ നോർമലി ഏറ്റവും ബെസ്റ്റ് ടോട്ടൽ 100x നടക്കുന്നതല്ലേ. ടോട്ടൽ 100x ഉണ്ടെങ്കിൽ എത്ര പേര് വോട്ട് ചെയ്തു? നമ്പർ ഓഫ് പേഴ്സൺസ് ഹു വോട്ടഡ് അതിന്റെ 80%. അപ്പൊ ടോട്ടൽ 100x ആണെങ്കിൽ 80% എന്ന് പറയുന്നത് 80x. ഇനി നെക്സ്റ്റ് പാർട്ട് വായിക്കാം. ഔട്ട് ഓഫ് വിച്ച് 80xല് 5% വോട്ട്സ് വെയർ ഇൻവാലിഡ്. ഇപ്പൊ വോട്ട് ചെയ്തവരുടെ 5% ഇൻവാലിഡാ. വോട്ട് ചെയ്തവർ 80x അല്ലേ, അതിന്റെ 10% 8x ആണ് നമ്മൾ പഠിച്ചതല്ലേ. അപ്പൊ 5% അതിന്റെ പകുതി 4x അല്ലേ.
അപ്പൊ ഇൻവാലിഡ് വോട്ട്സ് എന്ന് പറയുന്നത് 4x ആണ്. എന്ന് വെച്ചാൽ വാലിഡ് 80x ആൾക്കാർ വോട്ട് ചെയ്തു, അതിൽ 4x വാലിഡ് ആണ്. അപ്പൊ ബാക്കിയുള്ള എത്രയാ? 76x ആണ് വാലിഡ് ആയിട്ടുള്ള വോട്ട്സ്. ഇതാണ് വാലിഡ് വോട്ട്സ്. വാലിഡ് വോട്ട് 76 എന്ന് കിട്ടി. Then the question പറഞ്ഞേക്കുന്ന winning candidate got 70% of the valid votes. അപ്പൊ വിന്നിംഗ് കാൻഡിഡേറ്റിന് കിട്ടിയത് 70%. അപ്പൊ നിങ്ങൾ വെറുതെ ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കിയേ, ടോട്ടൽ ഉള്ള 100% എന്ന് എടുക്കുക, ടോട്ടൽ വാലിഡ് വോട്ട് 100% എന്ന് മനസ്സിലൊന്ന് ആലോചിച്ചാൽ വിന്നറിന് 70% കിട്ടിയാൽ ലോസറിന് ബാക്കിയുള്ള 30% അല്ലേ കിട്ടുള്ളൂ. വിന്നറിന് 70% കിട്ടിയാൽ ലോസറിന് 30% കിട്ടും. അങ്ങനെയാണെങ്കിൽ വിന്നർ ലോസറിനേക്കാൾ എത്ര പെർസെന്റേജ് കൂടുതൽ കിട്ടും? 40%. വിന്നറിന് 40% കൂടുതൽ കിട്ടണം. വിന്നറിന് കിട്ടിയേക്കുന്ന 40% കൂടുതലാവണം. എന്തിന്റെ 40%? ആക്ച്വലി ഉണ്ടായിരുന്ന വാലിഡ് വോട്ടിന്റെ 40% അല്ലേ കൂടുതൽ കിട്ടുക. വാലിഡ് വോട്ട് എത്രയാ? 76x. അതിന്റെ 40% ആണ് വിന്നറിന് കൂടുതൽ കിട്ടിയേക്കുന്നത്. And won by a majority of 36/480 എന്നല്ലേ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 36/480 എന്ന് കിട്ടും. സോ ബേസിക്കലി അഗൈൻ ഒരു 0 നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഒരു 4 കൂടെ കട്ട് ചെയ്ത് കളഞ്ഞാൽ 4 കട്ട് ചെയ്ത് കളയുമ്പോൾ 9 1 2 0. സോ 76x is equal to by 10 is equal to 9120 എന്ന് കിട്ടും. again 76 9120 നമുക്കൊരു 4 കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇവിടെ 19 വരും. ഇവിടെ 4 കട്ട് ചെയ്ത് കളയുമ്പോൾ 2, 11നകത്ത് 2, 32വിനകത്ത് 8 0. സോ നമുക്കിപ്പോൾ 19x equal to 2280 എന്ന് കിട്ടി. 19x is equal to 2280. 2280 by 19 ചെയ്യുമ്പോൾ ഇവിടെ തന്നെ കട്ട് ചെയ്ത് നോക്കാം. 2280 by 19 22വില് 1s. അപ്പൊ ബാക്കിയുള്ളത് 19 3, 38നകത്ത് 2. അപ്പൊ x is equal to നമുക്ക് എത്രന്ന് കിട്ടി? 120. x equal to 120 എന്ന് കിട്ടി. സോ ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് 100x എന്ന് അസ്യൂം ചെയ്ത് x is equal to 120 എന്ന് കിട്ടി. സോ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് എന്ന് പറയുന്നത് 120 into 100. സോറി, ഞാൻ ഇവിടെ ചെയ്തതിൽ ഈ ഒരു 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ വിട്ടുപോയി. അപ്പൊ 19x by 10 ആയിരുന്നു. ഇവിടെ വെച്ച് 76x by 10 ആയിരുന്നു 9120. സോ നമ്മൾ ആ 4 കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ 19x by 10 is 2280. സോ x is equal to 120 into 10 1200 എന്ന് കിട്ടും. സോ ടോട്ടൽ വോട്ട്സ് എന്ന് പറയുന്നത് 1,20,000 എന്ന് കിട്ടും. സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത് കാൽക്കുലേഷൻ പാർട്ടിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് വൺ അഗൈൻ കോസ്റ്റ് ഓഫ് tomatoes per kg is increased by 300%. A housewife reduced her consumption of tomatoes by 70%. By what percentage does her expenditure on tomatoes increase or decrease? Again, ഈ ക്വസ്റ്റ്യൻ മുമ്പേ പറഞ്ഞ സക്സസീവ് പെർസെന്റേജിന്റെ ആപ്ലിക്കേഷൻ ആണോ എന്ന് ആലോചിച്ച് നോക്കിയേ. കോസ്റ്റ് ഓഫ് ടൊമാറ്റോസ് പെർ കെ ജി ഞാൻ സീന്ന് എടുത്തു. കോസ്റ്റ് പെർ കെ ജി, കോസ്റ്റ് ഓഫ് ടൊമാറ്റോസ് പെർ കെ ജി സി ആണെന്ന് എടുക്കാം. എ ഹൗസ് വൈഫ് റിഡ്യൂസ്ഡ് ഹെർ കൺസംഷൻ തൽക്കാലം സി എന്ന് തന്നെ കൊടുക്കുന്നതിന് പകരം കെ എന്ന് കൊടുക്കാം. കെ ആണ് തൽക്കാലം കൺസംഷൻ എടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഞാൻ ടൊമാറ്റോ മേടിക്കുകയാണ്. കോസ്റ്റ് പെർ കെ ജി 20 rupees ആണ് ഞാൻ മേടിച്ചത്. അതിനാണ് കൺസംഷൻ എന്ന് പറയുന്നത്. ഞാൻ മേടിച്ചത് ഒരു 5 kg ആണ്. ഓരോ കെ ജിയുടെ പ്രൈസ് 20 ആണെങ്കിൽ ഞാൻ എത്ര രൂപ സ്പെൻഡ് ചെയ്യേണ്ടി വരും? 20 into 5 അല്ലേ? അപ്പൊ കോസ്റ്റ് ഇൻറ്റു കൺസംഷൻ ആണ് എന്ത്? എക്സ്പെൻഡിച്ചർ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെയാണെന്ന് മനസ്സിലായാൽ നമുക്ക് ആ സക്സസീവ് പെർസെന്റേജ് ഇൻക്രീസിന്റെ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. കോസ്റ്റ് ഓഫ് ദ ടൊമാറ്റോസ് ഇൻക്രീസ്ഡ് ബൈ കോസ്റ്റ് 300% കൂടി. ഇത് ഇൻക്രീസ്. ഹൗസ് വൈഫ് റിഡ്യൂസ്ഡ് ഹെർ കൺസംഷൻ റിഡ്യൂസ് ചെയ്തു. 70% കൺസംഷൻ കുറച്ചു. അപ്പൊ ഇത് 70% കുറയുവാണ് ചെയ്യുന്നത്. അപ്പൊ അത് മൈനസ് ആണെന്ന് ഓർക്കുക. വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ എക്സ്പെൻഡിച്ചർ അല്ലേ ചോദിച്ചേക്കുന്നത്? എക്സ്പെൻഡിച്ചറിലെ ചേഞ്ച് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ യൂസ് ചെയ്ത പോലെ 300
എ മൈനസ് ബി മൈനസ് എ ബി ബൈ 100 ആയിരുന്നു ഇക്വേഷൻ പഠിച്ചത്. അപ്പൊ 300 മൈനസ് 70 മൈനസ് 300 ഇൻറ്റു 70 ബൈ 100. അപ്പൊ ഈ 0 0 കട്ട് ചെയ്യാം. അപ്പൊ 300 മൈനസ് 70 മൈനസ് ഇത് 70 ആണ്. ഓക്കെ, അപ്പൊ 300 ഇൻറ്റു 70 ബൈ 100. ഓക്കെ, അപ്പൊ ഈ 0 0 കട്ട് ചെയ്യുമ്പോൾ 3 ഇൻറ്റു 7 21 കിട്ടും. അപ്പൊ 210. 300 നിന്ന് 70 കുറച്ചാൽ എത്രയാ? അല്ലെ വേണ്ട, 300 70 210 ആഡ് ചെയ്താൽ 300 മൈനസ് 280. 300 മൈനസ് 280 എന്ന് പറയുമ്പോൾ 20%. സോ ഇറ്റ് ഇൻക്രീസ്ഡ് ബൈ 20%. നമുക്ക് ഇവിടെ പ്ലസ് 20 എന്നാണ് കിട്ടിയേക്കുന്നത്. എന്ന് വെച്ചാൽ മീനിങ് എന്താ? അത് 20% ഇൻക്രീസ് ചെയ്തു. ഇൻക്രീസസ് ബൈ 20% എന്ന് ആൻസർ കിട്ടും. അപ്പൊ ഒരു പെർസെന്റേജിന്റെ ബേസിക് ഐഡിയ കിട്ടിയോ? എങ്ങനെയൊക്കെയാണ് ഓരോ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്തതെന്ന് നിങ്ങളൊന്ന് നോക്കുക. അത് നോക്കിയതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. നമുക്കത് ഡിസ്കസ് ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പൊ പെർസെന്റേജ് പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആ പറഞ്ഞ ബേസിക് പോയിന്റ്സുകൾ, അതായത് ഫസ്റ്റ് തിങ് 10% 1% കാൽക്കുലേഷൻ എല്ലായിടത്തും അത് യൂസ് ചെയ്യേണ്ടി വരും. ദെൻ പെർസെന്റേജ് ടു ഫ്രാക്ഷൻ കൺവേർഷൻ, പെർസെന്റേജ് ചേഞ്ച് ഇൻ ഇക്വേഷൻ, അതുപോലെ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള വാട്ട് പെർസെന്റ് ഓഫ് എ ഇസ് ബി ബൈ ഹൗ മച്ച് പെർസെന്റ് എ ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ബി, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നന്നായിട്ട് പഠിച്ച് മൾട്ടിപ്ലൈങ് ഫാക്ടറും പഠിച്ചതിന് ശേഷം കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ദെൻ താങ്ക് യു എവരിവൺ.